ഗുഡ് മോർണിംഗ് ടു ഓൾ. ഹോപ്പ് യു ഓൾ ആർ സേഫ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ സോഷ്യൽ സയൻസിൽ പല ബ്രാഞ്ചസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ജിയോഗ്രഫി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സിവിക്സ്. ഇതല്ലാതെ മറ്റൊരു ബ്രാഞ്ചും കൂടെയുണ്ട്. ഏതാണത്? കറക്റ്റ്, എക്കണോമിക്സ്. ഹു ഇസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? ആരെങ്കിലും? യെസ്, കറക്റ്റ്, ആദം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ്. നമ്മൾ എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്, നാഷണൽ ഇൻകം. ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ സബ്ജക്ട് നാഷണൽ ഇൻകം, നമുക്ക് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു വിഷയത്തെ പറ്റി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആനുവൽ ഇൻകം ഓഫ് എ ഫാമിലി. വാട്ട് ഈസ് ആനുവൽ ഇൻകം ഓഫ് എ ഫാമിലി? Annual income of a family. The amount of income earned by the members of a family through different sources during a year is the annual income of a family. Some of the sources are job, agriculture, industry, profit, interest, etc. ആനുവൽ ഇൻകം ഓഫ് എ ഫാമിലി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിനെയാണ് ആനുവൽ ഇൻകം ഓഫ് എ ഫാമിലി എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ കണ്ടതുപോലെ പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്താണ്? ഒന്ന്, ജോലി, ജോബ്. രണ്ട്, അഗ്രികൾച്ചർ, കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. മൂന്ന്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം, കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം. നാല്, ഇൻട്രസ്റ്റ്, പലിശ. ഇങ്ങനെയുള്ള പല സോഴ്സുകളിൽ നിന്ന് ഒരു കുടുംബത്തിന് ലഭിക്കുന്ന വരുമാനമാണ് ആനുവൽ ഇൻകം ഓഫ് എ ഫാമിലി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് നാഷണൽ ഇൻകം? എന്താണ് നാഷണൽ ഇൻകം? National income. The total income received by a country in 1 year is called national income. National income is a total income received by a country in 1 year. നാഷണൽ ഇൻകം എന്ന കൺസെപ്റ്റിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണിത്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു വർഷം ഒരു രാജ്യത്തിന് പലവിധ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകവും ആനുവൽ ഇൻകം ഓഫ് എ ഫാമിലി എന്ന് പറഞ്ഞ രണ്ട് കൺസെപ്റ്റ് വരുമ്പോൾ അതിന് രണ്ടിനും കൂടെ കോമൺ ആയിട്ടൊരു സംഭവമുണ്ട്. എന്താണത്? 1 ഇയർ എന്നത്, ഒരു വർഷം. നമുക്കറിയാവുന്ന ഒരു വർഷം എന്ന് പറയുന്നത് ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെയാണ് ഒരു വർഷം. പക്ഷേ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ നമ്മൾ ആ വർഷമല്ല എടുക്കുന്നത്, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞ ഒരു വർഷമാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ് ഫിനാൻഷ്യൽ ഇയർ? ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയുള്ള ഒരു കാലയളവിനെയാണ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അതായത് ഈ വർഷം ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയാണ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. നാഷണൽ ഇൻകത്തിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ കണ്ടത്. കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് മറ്റൊരു എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. National income is the amount earned from the production of goods and services in a country during a year. National income is the amount earned from the production of goods and services of a country in 1 year. What is this goods and services? എന്താണ് goods and services? ഈ ബുക്ക് ഒരു ഗുഡാണ്, ബിക്കോസ് ദിസ് ഇസ് ടാഞ്ചിബിൾ. എന്താണ് ടാഞ്ചിബിൾ എന്ന് പറയുന്നത്? ബിക്കോസ് ഐ ക്യാൻ സീ ആൻഡ് ഫീൽ ദിസ് ഗുഡ്. എനിക്കിത് കാണുവാനും സ്പർശിക്കുവാനും സാധിക്കുന്നുണ്ട്. സോ ഗുഡ്സ് ആർ ടാഞ്ചിബിൾ തിങ്സ്. അങ്ങനെയാണെങ്കിൽ സർവീസസ് എന്താണ്? സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഇത് കാണുവാനോ സ്പർശിക്കുവാനോ നമുക്ക് സാധിക്കത്തില്ല. ഒരു സർവീസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുന്നു, ഡോക്ടർ നമ്മുടെ അസുഖങ്ങളൊക്കെ പറയുന്നു, ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ സർവീസ്, ബിക്കോസ് അത് നമുക്ക് എന്താ പറയുക, ദാറ്റ് സംതിങ് വിച്ച് വി ക്യാൻ ഫീൽ. അപ്പം അങ്ങനെയാണ്, അതിനാണ് സർവീസ് എന്ന് പറയുന്നത്. മറ്റൊരു സർവീസിന് ഉദാഹരണം, നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ രാജ്യത്തെ സേവിക്കുന്നു, അതൊരു സർവീസാണ്. അപ്പം ഈ ഗുഡ്സിൽ നിന്ന്, ഈ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൽ നിന്ന് ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ഇൻകം, അതിനെയാണ് നാഷണൽ ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത്, ഇത് കുറേ സെക്ടേഴ്സിൽ നിന്നാണ് നമുക്ക് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് കിട്ടുന്നത്. ഏതൊക്കെയാണ് ആ 3 സെക്ടേഴ്സ്? അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. അഗ്രികൾച്ചറൽ സെക്ടറിന്റെ മറ്റൊരു പേരാണ് പ്രൈമറി സെക്ടർ.
ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ മറ്റൊരു പേരാണ് സെക്കൻഡറി സെക്ടർ. സർവീസ് സെക്ടറിൻ്റെ മറ്റൊരു പേരാണ് ടെറിഷറി സെക്ടർ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കർഷകൻ നമ്മൾ കോട്ടൺ ഉണ്ടാക്കി, നമ്മൾ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു പ്രൊഡക്ഷൻ, ആ റോ മെറ്റീരിയൽ പ്രൊഡക്ഷനെയാണ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പെടുത്തുന്നത്. ആ കോട്ടൺ കിട്ടി, അത് പിന്നെ ഒരുപാട് പ്രോസസ്സിലൂടെ മറ്റ് കാര്യങ്ങളിലൂടെ അതൊരു ക്ലോത്ത് ആയി മാറി. ആ ഒരു പ്രോസസ്സിലൂടെ ഒരു ഫൈനൽ പ്രൊഡക്റ്റിനെ കിട്ടി. ആ ഒരു പാത്തിനെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നമ്മൾ കൊണ്ടുവരുന്നത്. സർവീസ് സെക്ടർ ആകട്ടെ, അതൊരു ക്ലോത്ത് ആയിട്ട് നമ്മൾ ഇത് ചെയ്തു. ആ ക്ലോത്ത് ഇപ്പം സാറിട്ടേക്കുന്ന കൂടെ ഒരു ഷർട്ടായി, പാൻസായി, അങ്ങനെ നമുക്ക് ഷർട്ടും പാൻസും ഒക്കെ ആയി. ആ ഷർട്ടും പാൻസും നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അതാണ് സർവീസ് സെക്ടർ. ഒന്നുകൂടെ പറയാം, അതിനകത്തെ കോട്ടൺ, പ്രൊഡക്ഷൻ ഓഫ് കോട്ടൺ ആണ് അഗ്രികൾച്ചറൽ സെക്ടറിൽ, ബിക്കോസ് ഇറ്റ് ഡീൽസ് വിത്ത് റോ മെറ്റീരിയൽസ്. മറിച്ച് അത് ഒരു ഷർട്ടും പാൻറ്റുമായിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നമ്മൾ കൊണ്ടുവരുന്നത്. സർവീസ് സെക്ടറിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ആ പ്രൊഡക്റ്റ് മറ്റൊരു കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന ആ ഒരു സർവീസിനെയാണ് സർവീസ് സെക്ടറിൽ വരുന്നത്. How do we calculate national income? When we calculate the total money value of all the goods and services produced in a country during a particular year, we get the national income. How do we calculate national income? എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? The total money value of all the goods and services produced in a country in 1 year. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം ഡോക്ടറുടെ അടുത്ത് പോകുന്നു, ഡോക്ടർ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. വെറുതെയാണോ ഡോക്ടർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് നമ്മൾ കുറച്ച് എമൗണ്ട് കൊടുക്കുന്നു. അങ്ങനെ സർവീസിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന കുറച്ച് എമൗണ്ട്. അതുപോലെ ഒരു ബുക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് കൊടുക്കത്തില്ലേ? അപ്പം അതുപോലെയുള്ള ഗുഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എമൗണ്ട്. അങ്ങനെ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഏതൊക്കെ സെക്ടറിലെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. ഈ 3 സെക്ടറിലെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൽ നിന്ന് നമുക്ക് ഒരു രാജ്യത്തിന് കിട്ടുന്ന ഇൻകം സമ്മപ്പ് ചെയ്താണ് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ നാഷണൽ ഇൻകം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. എന്തിനാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒന്ന്, നാഷണൽ ഇൻകം കാൽക്കുലേഷൻസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ നോയിങ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ വളർച്ച അറിയുവാനായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന് 2001 നാഷണൽ ഇൻകവും 2002 നാഷണൽ ഇൻകവും കൂട്ടി നോക്കുമ്പോൾ എത്ര തോതിൽ 2002 2001 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളർന്നു ഒരു രാജ്യം എന്ന് നമുക്ക് മനസ്സിലാകും. 2, ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. ചൈനയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു. ഈ 2 രാജ്യങ്ങളുടെ നാഷണൽ ഇൻകത്തിൽ വരുന്ന വ്യത്യാസം വഴി ഈ 2 രാജ്യങ്ങളുടെയും എക്കണോമിക് ഗ്രോത്തിൽ വന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്ര തോതിൽ വളർന്നിരിക്കുന്നു അല്ലെങ്കിൽ എത്ര തോതിൽ എക്കണോമിക് ഗ്രോത്ത് സംഭവിച്ചു എന്ന് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ വഴി നമുക്ക് മനസ്സിലാക്കാം. 3, ടു അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഇൻ ദ എക്കണോമി. മുന്നേ പറഞ്ഞതുപോലെ 3 സെക്ടേഴ്സാണുള്ളത്: അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. 3 സെക്ടറിൻ്റെയും കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കുവാനായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ സഹായിക്കുന്നു. 4, ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ എക്കണോമി. 3 സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അഗ്രികൾച്ചറൽ സെക്ടറിലാണ് സർവീസ് സെക്ടറിനേക്കാളും ഗ്രോത്ത് കൂടുതൽ. അപ്പം എന്തുകൊണ്ടാണ് അഗ്രികൾച്ചറൽ സെക്ടർ സർവീസ് സെക്ടറിനേക്കാളും ഗ്രോത്ത് കൂടിയിരിക്കുന്നത്? അല്ലെങ്കിൽ മറിച്ച് എന്ത് കാരണത്താലാണ് സർവീസ് സെക്ടർ അഗ്രികൾച്ചറൽ സെക്ടറിനേക്കാളും പിന്നിലിരിക്കുന്നത്? അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ സഹായിക്കുന്നു. 5, ടു ഹെൽപ്പ് ദ ഗവൺമെൻറ് ഇൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഡിഫറെൻറ്റ് പ്രോജക്ട്സ്. ഒരു സെക്ടറിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയതിന് ശേഷം അത് എന്തുകൊണ്ടാണ് കുറവുകൾ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുവഴി ഗവൺമെൻറ്റിന്
അത് ബെറ്റർ ആക്കുവാനായിട്ടുള്ള പ്രൊജക്ട്സും അല്ലെങ്കിൽ പ്ലാൻസും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുമായിട്ടും സഹായിക്കുന്നു. 6. To find out the limitations and advantages of economic activities like production, consumption and distribution. അതായത് ഓരോ സെക്ടറിൻ്റെയും, ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലാണെങ്കിലും സർവീസ് സെക്ടറാണെങ്കിലും ഇൻഡസ്ട്രിയൽ സെക്ടറാണെങ്കിലും ഓരോ സെക്ടറിനും പ്രൊഡക്ഷനും കൺസംഷനും ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. ഓരോ സെക്ടറിൻ്റെ പ്രൊഡക്ഷനും കൺസംഷനും ഡിസ്ട്രിബ്യൂഷനും വന്നിരിക്കുന്ന ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കുവാനായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ സഹായിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പ്രൊഡക്ഷനും കൺസംഷനും ഡിസ്ട്രിബ്യൂഷനും നമ്മൾ മനസ്സിലാക്കി. അപ്പം ചിലപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പ്രൊഡക്ഷൻ മറ്റെല്ലാ സെക്ടറിനേക്കാളും ബെറ്റർ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പ്രൊഡക്ഷൻ മറ്റെല്ലാത്തിനേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ സർവീസ് സെക്ടറിനെ നോക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ വളരെ വീക്കാണ്. അപ്പോഴും അന്വേഷണം വരുന്നു, എന്തുകൊണ്ടാണ് സർവീസ് സെക്ടറിൻ്റെ പ്രൊഡക്ഷൻ വീക്കായിട്ടിരിക്കുന്നത്, സർവീസ് സെക്ടറിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഓരോ സെക്ടറിൻ്റെയും പ്രൊഡക്ഷനിലും കൺസംഷനിലും ഡിസ്ട്രിബ്യൂഷനിലും വരുന്ന പോരായ്മകളും അതായത് ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും മനസ്സിലാക്കാൻ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ സഹായിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ചതിൻ്റെ എല്ലാം പെട്ടെന്നൊരു റീക്യാപ്പ് നമ്മളിപ്പോൾ ചെയ്യുവാണ്. ആദ്യം നമ്മൾ പഠിച്ചത് ആനുവൽ ഇൻകം ഓഫ് എ ഫാമിലി എന്താണെന്നായിരുന്നു നമ്മൾ ആദ്യം നോക്കിയത്. അതിനുശേഷം നാഷണൽ ഇൻകം എന്നതിനെ പറ്റി നോക്കി. ആദ്യം നമ്മൾ നാഷണൽ ഇൻകത്തിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനേഷൻ, ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കി. അതിനുശേഷം കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കി. പിന്നെ നമ്മൾ പഠിച്ചത് 3 സോഴ്സസ് അല്ലെങ്കിൽ 3 സെക്ടേഴ്സ് ഓഫ് ആൻ എക്കണോമിയാണ് നമ്മൾ അതിനുശേഷം നോക്കിയത്. അതിനുശേഷം നമ്മൾ ഹൗ ഡു വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം എന്നാണ് പിന്നീട് നമ്മൾ നോക്കിയത്. പിന്നെ വൈ ഡു വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ആണ് നമ്മൾ അവസാനമായിട്ട് നോക്കിയത്. ഇതിനുശേഷം ഒരു ഹോംവർക്ക് ഉണ്ട്, അതെല്ലാവരും ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കുക, സ്റ്റേ സേഫ്. നമ്മൾ ഇങ്ങനെയുള്ള ടൈമൊക്കെ നമുക്കറിയാം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് കാണും. പക്ഷേ ഈ ഒരു ടൈം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് പ്രയോജനപ്പെടുത്തണം. അപ്പോൾ എനിക്ക് ബൈ. ടുഡേയ്സ് ഹോംവർക്ക് താഴെ കാണുന്ന ടേബിളിൽ USA, ചൈന, ജപ്പാൻ, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഇന്ത്യ, ഇറ്റലി, ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ 2010, 2013, 2014 എന്നീ വർഷങ്ങളിലെ നാഷണൽ ഇൻകമാണ് കാണിച്ചിരിക്കുന്നത്. ഒബ്സർവ് ദ ടേബിൾ കെയർഫുള്ളി. ആഫ്റ്റർ ദാറ്റ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find out the countries which have the highest and lowest national income in 2014. Second question, compared to 2013, which countries have achieved economic growth in 2014? Third question, compared to 2013, which countries have failed in achieving economic growth in 2014?